ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മത്തായി 8-14-15 വാക്യങ്ങൾ. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നു. അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. ഈ സംഭവം വിശുദ്ധ മർക്കോസ് 1-ാം അധ്യായത്തിന്റെ 29, 30, 31 ലൂക്കോസ് 4-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നു. മർക്കോസ് പനിയെക്കുറിച്ച് പറയുന്നു. ഉടനെ തന്നെ അവളുടെ രോഗവിവരം യേശുവിനെ അറിയിച്ചു. ലൂക്കോസ് 4:38 കഠിന ജ്വരം എന്നാണ് കാണുന്നത്. അവർ അവനോട് അപേക്ഷിച്ചു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പത്രോസ് വിവാഹിതനായിരുന്നെന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭമാണ്. ഒന്നാമത്തെ പോപ്പായി ശീമോൻ പത്രോസിനെ കണക്കാക്കുന്ന വിശുദ്ധ റോമൻ കാത്തോലിക്ക സഭ പട്ടക്കാർക്ക് വിവാഹം വിലക്കുന്നതൊക്കെ പിന്നീടാണ് സഭയിൽ കടന്നുകൂടിയത്. കർത്താവിന് സ്വന്തം വീടല്ലായിരുന്നെങ്കിലും പത്രോസിന് വീടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ബേത്സയിദക്കാരനായിരുന്ന ശീമോൻ പിന്നീട് കവർന്നഹൂമിലേക്ക് താമസം മാറ്റിയതായി നമുക്ക് അനുമാനിക്കാം. ഇവിടെ കാണുന്ന യേശു അവളുടെ കൈ തൊട്ടു, പനി വിട്ടുമാറി. യേശു അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന് മറ്റൊരു ഭാഗത്ത് കാണുന്നു. ഉടനെ പനി അവളെ വിട്ടുമാറി. എന്നാൽ ലൂക്കോസ് പറയുന്നത് അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു, അത് അവളെ വിട്ടുമാറി എന്നാണ്. ഓരോ സുവിശേഷകരും കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളെയും ശുശ്രൂഷയെയും തൻ്റെ വായനക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വ്യത്യസ്തമായ കോണ്ടസ്റ്റുകളിൽ നിന്നാണ് അത് ശേഖരിക്കുന്നതും പങ്കുവയ്ക്കുന്നതും. 3 സുവിശേഷകന്മാരും പത്രോസിന്റെ അമ്മാവിയമ്മ സൗഖ്യം പ്രാപിച്ച ഉടനെ അവനെ ശുശ്രൂഷിച്ചതായി പറയുന്നു. ഈ അത്ഭുതത്തിൽ അസ്വസ്ഥനും പനി ബാധിച്ചവനും വളരെ ആവേശമുള്ളവനുമായ മനുഷ്യന്റെ ചരിത്രം നമ്മൾ കാണുന്നു. കഠിനമായ ജ്വരത്തെ തുടർന്ന് സന്നിയോ അല്ലെങ്കിൽ അബോധാവസ്ഥയൊക്കെ ഉണ്ടാകാം. ഇത് പ്രാകൃത മനുഷ്യന്റെ ചിത്രമാണ്. കർത്താവിൻ്റെ സ്പർശനവും വാക്കും പനിയെ ഉച്ചാടനം ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട മനുഷ്യൻ സ്വയം നിയന്ത്രിക്കാനിടയാകുന്നു. ഇപ്പോൾ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു. അതായത് ജീവിതത്തിൻ്റെ തകർന്ന അവസ്ഥകളിൽ, നിരാശകളിൽ, രോഗാതുരമായ അനുഭവങ്ങളിൽ കർത്താവ് നമ്മളെ തൊട്ട് സൗഖ്യം നൽകാൻ മനസ്സ് കാണിക്കുന്നു. എന്നാൽ ഈ സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷകരായി, കർത്താവിനെ മാനിക്കുന്നവരായി ജീവിതത്തിൽ മറ്റൊരു അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. സത്യദൈവത്തെ സേവിക്കാൻ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ സൗഖ്യം പ്രാപിച്ച ഉടനെ യേശുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ യേശുവാണ് അവനോട് പറയുന്നത്, നീ നിന്റെ ഭവനത്തിൽ പോയി അവർക്കെല്ലാം നിന്നെ കാണിച്ചു കൊടുക്കണം. ഭർത്തിമായി കാഴ്ച പ്രാപിച്ച് കർത്താവിൻ്റെ യാത്രയിൽ അനുഗമിച്ചു എന്ന് കാണുന്നു. നമുക്ക് ലഭിക്കുന്ന സൗഖ്യം, വിടുതൽ, വെളിച്ചം, ഇതൊക്കെ കർത്താവിനെ അനുഗമിക്കാനുള്ള പുതിയ അധ്യായങ്ങളായി കണക്കാക്കണം. അവൻ അവളുടെ കൈക്ക് പിടിച്ചത്
ഈ നാഡിമിടിപ്പ് പരിശോധിക്കാനോ പനിയുടെ ഗൗരവം മനസ്സിലാക്കാനോ ഒന്നുമല്ല. കർത്താവിൻ്റെ സ്പർശമാണ് അവരുടെ പനിയെ നീക്കം ചെയ്യാനും തൻ്റെ ആർദ്രത വെളിപ്പെടുത്താനും കർത്താവ് സ്പർശിക്കുന്നു. അവൾ സൗഖ്യമുള്ളവളായി എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അവനിൽ നിന്നും നന്മയും രക്ഷയും അനുഭവിച്ച നമുക്ക് കർത്താവിനെ ശുശ്രൂഷിക്കാതിരിക്കാൻ കഴിയില്ല. അത് നമ്മുടെ സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പുത്തൻ അനുഭവങ്ങളാക്കി അതിനെ മാറ്റണം. കർത്താവിനെ നമ്മളാകുന്ന വിധത്തിൽ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ശുശ്രൂഷിക്കാൻ നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും സാക്ഷ്യജീവിതം കൊണ്ടും ഒക്കെ കർത്താവിൻ്റെ ശുശ്രൂഷകരായി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതിനായി നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം ദാനമായ അടിയങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് എത്രയോ സൗഖ്യം നൽകി ഞങ്ങളെ വിടുവിച്ചിരിക്കുന്നു, ജീവിതത്തിലേക്ക് മടക്കി വരുത്തിയിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്പർശിച്ചല്ലോ കർത്താവെ. ഞങ്ങൾ പലപ്പോഴും അത് അറിയാതെയും തിരിച്ചറിയാതെയും ഞങ്ങളത് ഗൗരവമായി കാണാതെയും പോകുന്ന കുറവുകൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച സൗഖ്യവും വിടുതലും പുത്തൻ അനുഭവങ്ങളും കർത്താവിനെ ശുശ്രൂഷിപ്പാനുള്ളതാണ് എന്ന തിരിച്ചറിവ് ഇന്ന് പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളെ ഭരിക്കണമേ. കർത്താവെ, അതിനുള്ള ബലം നൽകണമേ. യേശു മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.